പുതിയ കുട്ടികളിൽ ഗിറ്റാറ്, തബല തുടങ്ങിയവയൊക്കെയുള്ള ഒരു താല്പര്യം വളരെയധികം കൂടിയിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നോക്കൂ, രണ്ട് പിള്ളേർ നമ്മുടെ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും രണ്ടിടത്തും പാശ്ചാത്യം പൗരത്യം രണ്ടും രണ്ടിടത്തും ഗിറ്റാറിൽ വളരെ കൃത്യമായ രീതിയിൽ പെർഫോം ചെയ്ത ആളാണ്. ഒന്ന് പരിചയപ്പെട്ടോ മൂർത്തി? അതെ, രണ്ട് യുവ സുന്ദരന്മാർക്കും സ്വാഗതം മാതൃഭൂമിയുടെ കലാരവത്തിലേക്ക്. പേര് പറഞ്ഞോനെ? തേജസ്. തേജസ്. മോന്റെയോ? നവനീത്. രണ്ടുപേരുടെയും സ്കൂൾ ഏതാണ്? BSS ഗുരുകുലം ആലത്തൂർ. BSS ഗുരുകുലം ആലത്തൂർ, പാലക്കാടാണ്. പാലക്കാട്. അപ്പോൾ BSS ഗുരുകുലം സ്കൂളിലെ രണ്ട് യുവസുന്ദരന്മാരാണ് നമ്മുടെ അതിഥികളായി ഇന്നിവിടെ ഉള്ളത്. രണ്ടുപേരുടെയും സമ്മാനം കിട്ടിയോ? A ഗ്രേഡ് ഉണ്ട് രണ്ടാൾക്കും, അല്ലേ? അഭിനന്ദനങ്ങൾ. വളർന്നു വരുന്ന സംഗീതജ്ഞരാണ് ഈ ഇരിക്കുന്ന രണ്ടാളും. നമുക്ക് പ്രേക്ഷകർക്ക് നിങ്ങളുടെ വകയായിട്ട് ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചാലോ? അപ്പോൾ ഇതാണ് ഈ യുവാക്കളുടെ പ്രകടനം, അല്ലേ? അല്ല മക്കളെ, ഈ ഗിറ്റാറിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ? വേറെ ഏതെങ്കിലും ഉപകരണ സംഗീതങ്ങളുണ്ടോ? വൃന്ദവാദ്യത്തില്. വൃന്ദവാദ്യത്തിൽ ഏതൊക്കെ വരുന്നുണ്ട്? വൃന്ദവാദ്യത്തില് ഗിറ്റാർ വരുന്നുണ്ട്. ഞങ്ങൾ ഗിറ്റാർ മാത്രമേ വായിക്കുന്നുള്ളൂ. ഓക്കെ. പിന്നെ ഗിറ്റാർ വരുന്നുണ്ട്, വയലിൻ, കീബോർഡ് എല്ലാം കൂടിയിട്ടുള്ള ഒരു. മത്സരം കഴിഞ്ഞില്ലല്ലോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. വൃന്ദവാദ്യത്തിലും വളരെ ഗംഭീരമായി തന്നെ പ്രകടനം കാഴ്ചവെക്കുക കേട്ടോ. എന്തായാലും വന്നതിലും കണ്ടതിലും വളരെയധികം സന്തോഷം. രണ്ടാൾക്കും അഭിനന്ദനങ്ങൾ. ഇനിയും വിജയിക്കട്ടെ, ഒരുപാട് ഉയരങ്ങളിലെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ രണ്ടുപേരും. മൊത്തം സ്വാഭാവികമായിട്ട് നമ്മളിപ്പം കുട്ടികൾ ഓരോരുത്തരായിട്ട് അവരുടെ പ്രകടനങ്ങൾ നടത്തി പോകുന്ന സമയത്തും അതിനുശേഷം അവർ ഈ കലോത്സവം അവരെ വിട്ട് കഴിയുമ്പോഴും ഇവരൊരു വലിയ സന്ദേശം കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളെല്ലാ തവണയും കലോത്സവത്തിൽ പറയും ഏഷ്യയിലെ ഏറ്റവും വലിയ കലാപ്രകടനമാണ്, രീതികളാണെന്നൊക്കെ. ഓരോ കലോത്സവത്തിലും ഓരോ കുട്ടികളും മത്സരിച്ച് മടങ്ങുന്ന സമയത്ത് ഇത് കണ്ടിരിക്കുന്ന അടുത്ത തലമുറയുണ്ടല്ലോ, അവർക്കും ഈ ഒരു രീതിയുണ്ട്. കലോത്സവത്തിന്റെ രീതിയൊക്കെ മാറിപ്പോയി എങ്കിലും ആ ആവേശം അന്നും ഇന്നും അതേപടി നിൽക്കുന്നു.